Today, last time we are celebrating online. നമുക്കറിയാം അടുത്ത ആഴ്ച തിങ്കളാഴ്ച മുതൽ നമുക്ക് കുർബാന. We have mass with the people. Today, to celebrate the Eucharist, നമുക്ക് രണ്ട് അച്ഛന്മാരുണ്ട് നമ്മുടെ ടൈമിന്. ഫാദർ ഷൈജു ഞാടിങ്കര രൂപത അംഗമാണ്. അച്ഛന് ബോംബെ ബിബ്ലിക്കം യൂണിവേഴ്സിറ്റിയുടെ സേക്രഡ് സ്ക്രിപ്ചറിൽ ലൈസൻഷ്യേറ്റ് ചെയ്യുന്നു. ഇന്ന് ഇവിടെ സെമിനറി പരിശീലന സമയത്ത് കോളേജ് കുർബാന ഉണ്ടായിരുന്നു. കോളേജ് കുർബാന നമുക്ക് ജോൺ അച്ഛൻ ഉണ്ട്, ബോങ്കായിഗാം ഡയസിസ് അംഗമാണ്. അച്ഛന് നാട്ടിലെ ആലപ്പുഴ രൂപതയാണ്. We invite you, Father, to celebrate this day. Nel nome del Padre e del Figlio e dello Spirito Santo. Amen. La grazia del Signore nostro Gesù Cristo, l'amore di Dio Padre, la comunione dello Spirito Santo sia con tutti voi. പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഒരുപാട് സന്തോഷത്തോടു കൂടി ഇവയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിന്റെ അവസാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഓൺലൈൻ കുർബാനയൊക്കെ പങ്കെടുത്തു, അതായത് പ്രാർത്ഥിക്കുകയും ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഇതും അതിന്റെ ഒരു ഭാഗമായിരുന്നു. എങ്ങനെ നമുക്കൊരു ഓൺലൈൻ കുർബാന പങ്കുകൊള്ളാം. നമുക്കറിയാം, ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് പലതിന്റെ വില നമ്മൾ തിരിച്ചറിയുന്നത്. പള്ളിയിൽ നമ്മൾ പണ്ട് പോയിരുന്നപ്പോൾ പള്ളികളൊക്കെ 24 മണിക്കൂർ തുറന്നു കിടന്നപ്പോൾ നമ്മിൽ പലരും, ഞാൻ ഉൾപ്പെടെയുള്ളവർ പോലും അതിന്റെ വിലയെന്ന് പലപ്പോഴും മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേർ നമ്മൾ വിളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പള്ളിയിൽ പോയി ഒരുപാട് ആഗ്രഹം തോന്നുന്നു. അപ്പൊ ഇതൊക്കെ ഒരുപക്ഷെ ദൈവത്തിന്റെ അവസരങ്ങളായിരിക്കാം. ബലിയുടെ വിശുദ്ധ കുർബാനയുടെ വില എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ആയിരിക്കാം ഇത് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ കേൾക്കുന്ന വചനഭാഗം വളരെ മനോഹരമാണ്. കാരണം ദൈവസ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. യോഹന്നാൻ സുവിശേഷകനാണ്. ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, ദൈവത്തെ കുറിച്ച് ഏറ്റവും മനോഹരമായ നിർവചനം വ്യക്തി വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലനാണ്. ഒറ്റ വാക്യം, ദൈവം സ്നേഹമാണ്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പണ്ട് ആ മനുഷ്യൻ അങ്ങനെ ആയിരുന്നില്ലെന്നാണ് വാസ്തവം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശുവിനെ സ്വീകരിക്കാത്ത ജനത്തിനെതിരെ അദ്ദേഹം പറയുന്ന പ്രകാരമാണ്, കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നശിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പറയട്ടെ വരും. അങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യൻ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ ഒരുപാട് മാറിപ്പോയ മനുഷ്യനാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് 2 സന്ദർഭങ്ങളാണ് യോഹന്നാന്റെ ജീവിതത്തിൽ. ഒന്ന്, കർത്താവിന്റെ അന്ത്യത്താഴ വേളയിൽ കർത്താവിനോടൊപ്പം കർത്താവിന്റെ ഭക്ഷ്യത്തിൽ ചേർന്നിരുന്ന ശിഷ്യനായിരുന്നു. രണ്ടാമതായി, ബാക്കി എല്ലാ അപ്പോസ്തലന്മാരും ഓടിപ്പോയി കർത്താവിന്റെ കുരിശിന്റെ താഴെ ഒരു മനുഷ്യനായിരുന്നു. ഓരോ പേരെയും ഇത് തന്നെ. കാരണം കർത്താവിന്റെ വചനം കേൾക്കാം അവന്റെ അടുത്ത് ഇരിക്കേണ്ട സമയമാണ്. ഓരോ പേരെയും കർത്താവിന്റെ കുരിശിന്റെ തൊട്ടടുത്തായി ബലിപീഠത്തിന് താഴെ നിൽക്കേണ്ട സമയമാണ് ഓരോ പേരും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം. ഇവിടെയാണ് നമ്മുടെ സ്നേഹം യഥാർത്ഥമായി നിർവചിക്കപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മൾ മാറ്റപ്പെടുന്നത്? ഒരു ബലിയാണ്. കാരണം വചനം പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതല്ല, മറിച്ച് ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം അടങ്ങിയത്. ഒരു ദൈവത്തിന് നമ്മളെ എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആഘോഷിക്കുന്നത് ഈ പരിശുദ്ധ കുർബാന. ആ ദൈവം എത്രമാത്രം ചെറുതായി പോയോ അതിന്റെ അർത്ഥം അവൻ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാവിധമായ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും
നമുക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഒരുപക്ഷെ പലപ്പോഴും ദൈവത്തോട് നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒടുവിൽ ദൈവത്തിന്റെ സ്നേഹം കൃത്യമായി തിരിച്ചറിയുന്നു. ദൈവം സ്നേഹമാണെന്ന് പറയാനേ നമുക്ക് സാധിക്കും. ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മളിവിടെ പ്രവേശിക്കുന്നത്. എല്ലാ പ്രാർത്ഥനയെയും ദൈവങ്ങളെയും ഈ വലിയ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകളെയും കുറവുകളെയും ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് വച്ച് തെറ്റിയ ആ സൗഹൃദത്തിനെതിരായി ചെയ്ത എല്ലാ തെറ്റുകളെയും കൊണ്ട് മനസ്സിപ്പിച്ചുകൊണ്ട് ഇവര് നമുക്ക് അർപ്പിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി Signore, tu sei la via che conduce al Padre. Abbi pietà di noi. Cristo, tu sei la verità che illumina i popoli. Abbi pietà di noi. Tu pietà. Signore, tu sei la vita che rinnova il mondo. Abbi pietà di noi. Signore, pietà. Signore, pietà. Dio onnipotente, abbia misericórdia di noi, perdoni i nostri peccati, conduca la vita eterna. Amen. Preghiamo. Donaci, Padre, di riformare la nostra vita al mistero pasquale. Perché la potenza del Santo Sole protegga e ci sta. Non vivere la Amen. ഓക്കെ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 15-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. തങ്ങളിൽ നിന്നും ചിലരെ തെരഞ്ഞെടുത്ത് ബർന്നബാസിനോടും പൗലോസിനോടുമൊപ്പം അന്ത്യോക്യയിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് അപ്പോസ്തലന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും സഭയ്ക്ക് മുഴുവനും തോന്നി. സഹോദരന്മാരിൽ നേതാക്കന്മാരായിരുന്ന ബർന്നബാസ് എന്ന് വിളിക്കുന്ന യൂദാസിനെയും സീലാസിനെയും ഒരു എഴുത്തുമായി അവർ അയച്ചു. എഴുത്ത് പ്രകാരമായിരുന്നു: അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ, അന്ത്യോക്യയിലെയും സിറിയയിലെയും കിലിക്കയിലെയും വിജാതിരിൽ നിന്നുള്ള സഹോദരരായ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഞങ്ങളിൽ ചിലർ പ്രസംഗങ്ങൾ മുഖേന നിങ്ങൾക്ക് മനഃശാഞ്ചല്യം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുവെന്ന് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ അവർക്ക് യാതൊരു നിർദ്ദേശവും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ നമ്മുടെ പ്രിയപ്പെട്ട ബർന്നബാസിനോടും പൗലോസിനോടുമൊപ്പം നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെ പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ യൂദാസിനെയും സീലാസിനെയും അയച്ചിരിക്കുന്നു. ഇക്കാര്യങ്ങൾ തന്നെ അവർ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. വിഗ്രഹങ്ങൾ കർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്നും നിങ്ങൾ അകന്നിരിക്കണം. ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന്. മംഗളാശംസകൾ. അവർ യാത്ര തിരിച്ച് അന്ത്യോക്യയിൽ എത്തി. ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി എഴുത്ത് അവരെ ഏൽപ്പിച്ചു. അവർ ആ ഉപദേശം വായിച്ച് സന്തുഷ്ടരായി. കർത്താവേ, ജനങ്ങളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും.
കർത്താവെ, ജനങ്ങളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. എന്റെ ഹൃദയം അചഞ്ചലമാണ്. ദൈവമേ, എന്റെ ഹൃദയം അചഞ്ചലമാണ്. ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. എന്റെ ഹൃദയമേ ഉണരുക, വീണയും കിന്നരവും ഞാൻ പ്രഭാതത്തെ ഉണർത്തും. കർത്താവെ, ജനങ്ങളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. കർത്താവെ, ജനങ്ങളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. ജനങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘത്തോളവും വലുതാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. കർത്താവെ, ജനങ്ങളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോടുകൂടി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഇതാണ് എന്റെ കൽപ്പന, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. യേശു തന്റെ ശിഷ്യരോട് പറഞ്ഞു, ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്തതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു. എന്തെന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി കർത്താവിന്റെ സുവിശേഷം അവരുടെ കണക്ഷൻ പോയി റീകണക്ട് ചെയ്യുന്നു. ക്രിസ്തുവിൽ ഏറെ സ്നേഹബഹുമാനമുള്ള പ്രിയ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നേ ദിവസം മെയ് 15-ാം തീയതി ലോക കുടുംബദിനമായി നാം ആചരിക്കുന്നു. ഏവർക്കും എന്റെയും നമ്മളുടെ അച്ഛന്മാരുടെയും ഹാപ്പി ഫാമിലി ഡേ. ഇന്നേ ദിവസം വിടുവരുവാനും നിങ്ങളോടൊത്ത് ഈ വചനം പങ്കുവയ്ക്കുവാനും കിട്ടിയ അവസരത്തിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഒരുപക്ഷെ ബൈബിളിനെ ഏറ്റവും ചുരുക്കി ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായ, ഏറ്റവും നല്ല ഒരു വാക്യമാണ്, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ ഒരു സ്നേഹമില്ലെന്ന് യേശു പറഞ്ഞു വെച്ചു. ബൈബിളിലെ എല്ലാ വാക്യങ്ങളും മറന്നുപോയി കഴിഞ്ഞാലും
നമുക്ക് ഈ വാക്യം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ബൈബിളിന്റെ ചൈതന്യം നമ്മളിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. പുതിയ നിയമത്തിൽ യേശു പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠവും ഇത് തന്നെയാണ്. 10 കൽപ്പനകൾ ഏറ്റവും ശക്തമായി യേശു പഠിപ്പിച്ചത് തന്നെ പോലെ തന്നെ തന്റെ സഹോദരനെയും സ്നേഹിക്കുക എന്നതാണ്. തന്നെ പോലെ തന്നെ തന്റെ സഹോദരനെയും സ്നേഹിക്കുക എന്നതാണ്. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വിശ്വാസം കഴിഞ്ഞാൽ ഈ സ്നേഹം എന്ന വാക്ക് തന്നെ. സ്നേഹം എന്ന വാക്ക് പുതിയ നിയമത്തിൽ 256 പ്രാവശ്യം ഉപയോഗിച്ചു. അതിൽ 56 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ. ദൈവം ഈ ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിന് വേണ്ടി ദൈവം നൽകിയ വില തന്റെ സ്വന്തം പുത്രന്റെ രക്തം തന്നെയാണ്. സ്നേഹത്തെക്കുറിച്ച് യേശു ആ രക്തം നൽകിയ വില നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഉദാത്തമായി തന്നെയാണ്. വളരെ ശക്തമായി തന്നെ ആ ജീവിതം ജീവിക്കുകയും അത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും. സ്നേഹമെന്ന് പറയുന്നതിന് നാം പലപ്പോഴും ഉൾക്കൊള്ളുന്ന ഒരു അർത്ഥങ്ങളുണ്ട്. നാം പലപ്പോഴും മനസ്സിലാക്കി പോകുന്നത് വളരെ വ്യർത്ഥമായി തന്നെ. പല സിനിമകളിലും ബോളിവുഡ് മൂവികളിലും ഒക്കെ കണ്ടുപോകുന്ന ആ സ്നേഹങ്ങളിൽ നമ്മുടെ സ്നേഹം നാം മനസ്സിലാക്കുന്ന സ്നേഹം തുടങ്ങിപ്പോകും. എന്നാൽ യേശു പഠിപ്പിക്കുന്ന സ്നേഹം അതിനുമൊക്കെ വളരെ വലുതാണ്. അതിരുകളില്ലാതെ, സീമകളില്ലാതെ നാം സ്നേഹിക്കാൻ പഠിക്കുമ്പോഴാണ് യേശു പഠിപ്പിച്ച സ്നേഹത്തിന് ഉദാത്ത മാതൃകയായി. ഈ അതിരുകൾ കടന്ന് സ്നേഹിക്കുക എന്ന് പറയുന്നത് നാം എപ്പോഴും പറയുന്ന സ്നേഹത്തിന് ഒരു പൊള്ളുന്ന പുറപ്പാടിന്റെ ഒരു കടന്നുപോക്കിൽ കൂടിയുണ്ട്. അല്ലെങ്കിൽ നാമൊക്കെ പഴയ നിയമത്തിൽ കണ്ടുമുട്ടുന്ന ജോസഫിന്റെ സഹോദരങ്ങളെ പോലെ സാഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ നിരൂപകൾ വറ്റിപ്പോയ ഒരു പൊട്ടക്കിണറുകളായി നാം തീരുന്നു. ആസാമിൽ ഏറ്റവും വായിക്കപ്പെടുന്ന ഒരു ബുക്കാണ് ബാമുണി പൈതയുടെ. ആ പൈതയുടെ ബുക്കിൽ ഒരു ഡയറിക്കുറിപ്പ്. ആ ഡയറിക്കുറിപ്പ് ഇങ്ങനെയാണ്. ആ ഡയറിക്കുറിപ്പിൽ ബാമുണിയുമായി കൽക്കട്ടയിൽ അവരുടെ ഏതോ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ പോകും. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവരുടെ ഓഫീസിലേക്ക് പോകുവാനായിട്ട് അവർക്ക് കിട്ടിയത് ഹ്യൂമൻ റിക്ഷയാണ്. ഇന്നൊക്കെ നാം അറിയുന്ന സൈക്കിൾ റിക്ഷയും ഓട്ടോറിക്ഷയ്ക്ക് മുമ്പ് ഒരു ഹ്യൂമൻ റിക്ഷയുണ്ടായിരുന്നു. ആളുകളെയും വഹിച്ചുകൊണ്ട് നടന്നു പോകുന്ന, അല്ല ഓടിപ്പോകുന്ന അങ്ങനെ ഒരു ഹ്യൂമൻ റിക്ഷയിൽ ഈ ബാമുണിയുമായത് യാത്ര ചെയ്യുമ്പോൾ അതൊരു വേനൽക്കാലമായിരുന്നു. തിളച്ചു മറിയുന്ന താറിന് മുകളിലൂടെ നഗ്നപാതുകനായി അദ്ദേഹം ഓടിപ്പോവുകയാണ്. തനിക്ക് എത്തേണ്ട സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട പൈസ കൊടുത്തതിന് ശേഷം ബാമുണി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് തങ്ങളുടെ കാലുകൾ പൊള്ളിയില്ല? ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇതായിരുന്നു: എനിക്ക് എന്റെ വീട്ടിൽ ഒരു ഭാര്യയും 4 മക്കളുമുണ്ട്. ചോദ്യത്തിനും നൽകിയ ഉത്തരത്തിനും വളരെ പ്രസക്തിയില്ലായിരുന്നു. പക്ഷെ അന്ന് വൈകുന്നേരം ബാമുണി മൈദോ അദ്ദേഹത്തിന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു: സ്നേഹത്തിന് എപ്പോഴും ഒരു പൊള്ളുന്ന പുറപ്പാടിന്റെ ഒരു കഥ കൂടിയുണ്ട്, അല്ലെങ്കിൽ അത് സ്നേഹമല്ലാതായിട്ടില്ല. ഈ പൊള്ളുന്ന പുറപ്പാട് ഏറ്റവും ശക്തമായി ജീവിച്ചത് യേശു തന്നെയാണ്. യേശുവിനെ നമ്മൾക്ക് കൂടുതൽ മനസ്സിലാവുന്നത് അവനോട് ഈ സ്നേഹത്തിന്റെ പുണ്യം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ സ്നേഹമില്ലാത്ത ഒരു യേശുവിനെ നമുക്ക് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ അത് യേശുവെന്ന് വിളിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലും നാം നമ്മുടെ അതിരുകൾ കടന്ന്, സീമകൾ കടന്ന് നമ്മളുടെ സ്നേഹം നാം ജീവിക്കുമ്പോൾ നമ്മളെയൊക്കെ വിളിക്കേണ്ട മറ്റൊരു പേരാണ് ക്രിസ്തു. മറ്റൊരു ക്രിസ്തുവായി നാം ജീവിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ചുറ്റിനും നാം ജീവിച്ചു വാഴുന്ന നമ്മുടെയൊക്കെ ചെറിയ ചെറിയ നിമിഷങ്ങളിൽ പോലും നമുക്ക് നമ്മുടെ ജീവിതം പകർന്നു നൽകാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ജീവൻ നൽകുന്നതിനേക്കാൾ ഉപരിയായി ഒരു നട്ടുച്ച വെയിലത്ത് ഒരു വയലിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ, അതുപോലെ തന്നെ
ചീറിപ്പാഞ്ഞു വരുന്ന കാറ്റിനെയൊക്കെ വെല്ലിക്കൊണ്ട്, തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് തന്റെ തോണിയും വലയുമായി മുന്നേറുന്ന ഒരു മുക്കുവൻ, അതുപോലെ തന്നെ കോവിഡ് സൂട്ടേണിന് ICU മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ഡോക്ടറിനും നേഴ്സിനും ഒക്കെ പറയുവാനുള്ളത് ഈ ഒരു കഥ തന്നെയാണ്. സ്നേഹത്തിന്റെ പൊള്ളുന്ന പുറപ്പാടിന്റെ ഒരു കഥ, ജീവിതം പൗത്തു നൽകുന്ന ഒരു കഥ. അങ്ങനെയാണ് നമ്മുടെയൊക്കെ അധ്വാനങ്ങൾ ഒരു പരിശുദ്ധ കുർബാന പോലെ ഉചിതമായി. എവിടെയൊക്കെ നമ്മുടെ സമയം, നമ്മുടെ സ്നേഹാത്മമായ ഒരു നോട്ടം, സ്നേഹത്തോടു കൂടിയുള്ള ഒരു തൊഴിൽ, എല്ലാം നമ്മുടെയൊക്കെ ജീവിതം പകർന്നു നൽകുകയാണ് സ്നേഹത്തിന് വേണ്ടി. അപ്പോഴൊക്കെ നാം മറ്റൊരു ക്രിസ്തുവായി മാറും. നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ ജീവിതം ഒരുപാട് അർത്ഥങ്ങൾക്ക് വില നൽകും. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം FB-യിൽ വന്ന മറ്റൊരു പോസ്റ്റ് വളരെ കൗതുകകരമായ ഒരു പോസ്റ്റായി. നോർത്തിൽ എവിടെയോ ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തിലെ CCTV-യിൽ പതിഞ്ഞ ഒരു ചെറിയ ചിത്രം. ആ ചിത്രത്തിൽ ഒരു പശുവിന്റെ മുഖത്തോട് മുഖം ഒരുമി നിൽക്കുന്ന ഒരു പുലിക്കുട്ടിയുടെ ചിത്രമായിരുന്നു. അങ്ങനെ ആ ഗ്രാമത്തിലെ നിവാസികൾ അതിന് പിന്നിലെ ചരിത്രം തേടിച്ചു. അങ്ങനെ അവർക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരമായിരുന്നു. ആ ഗ്രാമത്തിൽ അവർ ഈ പശുവിനെ വാങ്ങിച്ചത് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആ ഗ്രാമത്തിൽ 20 വയസ്സ് പ്രായമുള്ള ഒരു പുലിക്കുട്ടിയെ കിട്ടി. അന്ന് ആ പുലിക്കുട്ടിക്ക് പാൽ നൽകുവാനായിട്ട് ഈ പശുവിനെയാണ് അവർ ഉപയോഗിച്ചത്. മാസങ്ങൾക്ക് ശേഷം അവർ ആ പുലിക്കുട്ടിയെ കാട്ടിൽ തിരികെ കൊണ്ടുപോയി. പിന്നീട് ഈ പുലിക്കുട്ടി വളർന്നു വലുതായതിനു ശേഷവും തന്റെ മാതൃസ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ടായിരുന്നു ഈ പശുവിനെ തേടിയെത്തിയിരുന്നത് എന്നും രാത്രി. എന്നിട്ട് ഒരു പശുക്കുട്ടിയെ പോലെ ഈ പശുവിന്റെ മുമ്പിൽ കിടക്കുകയും പശുവിന് തൊട്ടുരുമി നടക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, സ്നേഹം എന്നത് മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെ പോലും അതിരുകളിൽ ലംഘിക്കുവാൻ പ്രേരിപ്പിക്കും. അതിരുകളിൽ ലംഘിച്ച് ജീവിതം പൗത്തു നൽകുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും. ഇന്നേ ദിവസം ഈ ദിവപരീതം പ്രാർത്ഥിക്കുമ്പോൾ നമ്മോടൊപ്പം നമ്മുടെ ദേശത്തും മറുദേശങ്ങളുമായി ജോലി ചെയ്യുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും പ്രത്യേകിച്ച് നമുക്ക് ഈ ബലിയോട് പ്രാർത്ഥിക്കാം. കാരണം അവരുടെ ഈ ചുട്ടുകൊള്ളുന്ന സ്നേഹത്തിന് മുൻപിൽ COVID-19 നിർവീര്യമായി പോകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഇത് പ്രാർത്ഥിക്കാം. Frutto della nostra terra, del lavoro di ogni uomo, pane della nostra vita, cibo della quotidianità. Tu che lo prendevi un giorno, lo spezzavi per i tuoi. Oggi vieni in questo pane, cibo vero dell'umanità. E sarò pane, e sarò vino nella mia vita, nelle tue mani ti accoglierò dentro di me, farò di me un'offerta viva, un sacrificio gradito a te. Gradito a te. Fratelli, che il nostro sacrificio sia gradito a Dio Padre Onnipotente.
Signore non uscire le mani il sacrificio, a lode e gloria del suo nome, per bene nostro e tutta la sua santa Chiesa. Santifica i doni che ti presentiamo e trasforma in offerta per tutta la nostra vita, unione alla vittima spirituale, il tuo servo Gesù, unico sacrificio a te gradito, e di vivere i secoli dei secoli. Amen. വചനം പറയുന്നുണ്ട് ഈ വിലയേർപ്പിക്കാനായിട്ട് വരുമ്പോൾ അതും കൈയോടെ വരരുത്. ഭവനങ്ങളിലായിരിക്കും നമുക്ക് ഈ സമയം നമ്മുടെ എല്ലാവിധമായ കാഴ്ചകളും ചികിത്സകളും ഈ അപ്പത്തോടുമൊപ്പം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയമങ്ങളെയും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദുരിതങ്ങളെ അകപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അർപ്പിച്ചുകൊണ്ട് കർത്താവേ നിങ്ങളുടെ പ്രാർത്ഥന നിയമങ്ങളും വെടിവെക്കുവായി സ്വീകരിക്കണമേ. Rendiamo grazie al nostro Dio. È veramente cosa buona e giusta, nostro dovere e fonte di salvezza, proclamare sempre la tua gloria, o Signore, e soprattutto esaltarti in questo tempo, nel quale Cristo, nostra Pasqua, si è immolato. In Lui, vincitore del peccato e della morte, l'universo risorge e si rinnova, l'uomo ritorna alle sorgenti della vita. Per questo mistero, nella gioia pasquale, l'umanità esulta su tutta la terra e con l'assemblea degli angeli e dei santi canta l'inno della tua gloria. Santo, 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 Deus Santo, 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 Deus pleni su cieli e terra, gloria tua. Hosanna in excelsis Deo, Hosanna in excelsis, Hosanna in excelsis Deo, Hosanna in excelsis, benedictus veni in nomine Domini, Hosanna in excelsis, Hosanna in excelsis, Hosanna in excelsis Deo, Hosanna in excelsis. Padre, veramente santo, fonte di ogni santità, santifica questi doni con l'effusione del tuo Spirito, perché diventino per noi il corpo e il sangue di Gesù Cristo, il nostro Signore. Egli, offrendosi liberamente alla sua passione, prese il pane, rese grazie, lo spezzò, lo diede ai suoi discepoli e disse: prendetene e mangiatene tutti, questo è il mio corpo, offerto in sacrificio per voi. Dopo la cena, allo stesso modo, prese il calice e rese grazie, lo diede ai suoi discepoli e disse: prendete e bevetene tutti, questo è il calice del mio sangue,
per la nuova ed eterna alleanza, versato per voi e per tutti, in remissione dei peccati. Fate questo in memoria di me. Mistero della fede. Annunciamo la tua proclamiamo la tua Celebrando il memoriale della morte e resurrezione del tuo Figlio, ti offriamo, Padre, il pane della vita e il calice della salvezza, e ti rendiamo grazie per averci ammessi alla tua presenza a compiere il servizio sacerdotale. Ti preghiamo umilmente per la comunione al corpo e al sangue di Cristo. Lo Spirito Santo ci riunisca in solo corpo. Ricordati, Padre, della tua Chiesa, diffusa su tutta la terra. Rendila perfetta nell'amore, in unione con il nostro Vescovo, Papa Francesco, e tutto l'ordine sacerdotale. Ricordate dei nostri fratelli che si sono addormentati nella speranza della resurrezione, e di tutti i defunti che si affidano alla tua clemenza. Ammetteli a vedere la luce del tuo volto. Di noi tutti abbi misericordia, donaci di aver parte alla vita eterna, insieme con la Beata Maria, Vergine e Madre di Dio, San Giuseppe, suo sposo, con gli Apostoli e tutti i santi, che si ogni tempo ti furono rediti. E in Gesù Cristo, tuo Figlio, canteremo la tua gloria. Per Cristo, con Cristo e in Cristo. A te, Dio Padre Onnipotente, nell'unità dello Spirito Santo, ogni onore e gloria, per tutti i secoli dei secoli. Amen. Obbedienti alla parola del Salvatore e formati al suo divino insegnamento, possiamo dire. Padre nostro, Che sei nei cieli, sia sia santificato santificato il tuo nome. Venga il tuo regno, sia fatta la tua volontà, come in cielo, così in terra. Dacci oggi il nostro pane, e rimetti noi i nostri debiti, come noi rimettiamo ai nostri debitori, e non ci indurre in tentazione, ma liberaci dal male. Liberaci, o Signore, da tutti i mali, concedi la pace ai nostri giorni, e con l'aiuto della tua misericordia vivremo sempre liberi dal peccato e sicuri da ogni turbamento, nell'attesa che si compia la beata speranza, che venga il nostro Salvatore, Gesù Cristo. Tu il regno, tu la potenza e la gloria dei secoli. Signore Gesù Cristo, che hai detto ai tuoi apostoli, vi lascio la pace, vi do la mia pace. Non guardare ai nostri peccati, ma alla fede della tua Chiesa, e donale unità e pace, secondo la tua volontà. Tu che vivi e regni nei secoli dei secoli. Amen. La pace del Signore sia sempre con voi. E con il tuo spirito. Scambiatevi un segno di pace. Pace sia con te, pace, pace. Agnello di Dio, che togli i peccati Che della togli i peccati.
Algo que Padre, agnello di Dio che Agnello di Dio che toglie il peccato del mondo, abbi pietà di noi. Agnello di Dio che toglie il peccato del mondo, dona a noi la pace. Beati e invitati alla cena del Signore. Ecco, l'agnello di Dio che toglie i peccati del mondo. Con Signore non sono degno di anticipare la sofferenza, ma di ma soltanto soltanto la parola Dio sarà salvato. I am the bread of life. He who comes to me shall not hunger. He who believes in me shall not thirst. No one can come to me unless the Father draw him, and I will raise him up, and I will raise him up, and I will raise him up on the last day. The bread that I will give is my flesh and my life for the world. And if you eat of this bread, you shall live forever. You shall live forever, and I will raise him up, and I will raise him up, and I will raise him up on the last day. ആത്മാവിൽ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ, അവിടുന്ന് എത്രയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. കർത്താവേ, വേഗം വരണമേ. ഈ എളിയ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. എന്റെ സ്നേഹമേ, എന്റെ ഭാഗ്യമേ, എന്റെ ആയുസ്സേ, എഴുന്നള്ളി വരണമേ. എന്റെ ആത്മാവിന്റെ ദാഹം തീർപ്പാൻ എഴുന്നള്ളി വരണമേ. എത്രയും മാധുര്യമുള്ള ഈശോയെ, എന്നെ ശുദ്ധനാക്കുവാൻ എഴുന്നള്ളി വരണമേ. ആമേൻ.
Preghiamo. O Dio, che ci hai nutriti con questo sacramento, ascolta la nostra umile preghiera. Il memoriale della Pasqua che Cristo tuo Figlio ci hai comandato di celebrare, ci edifichi sempre nella tua carità. Per Cristo nostro Signore. Amen. Amen. Il Signore sia con voi. E con il tuo spirito. Vi benedica Dio Onnipotente, Padre, Figlio e Spirito Santo. Amen. La messa è finita, andiamo in pace. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളോടൊപ്പം ബലിയർപ്പിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഇരുന്നപ്പോൾ പറയുന്നപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ആവശ്യങ്ങളും നമ്മളെല്ലാം കേട്ടു. സത്യത്തിൽ നമ്മളൊക്കെ ഭാഗം ചെയ്തവരാണ്. കാരണം ഇവിടെ നമുക്ക് ആയിരിക്കുമ്പോൾ പുറത്ത് നമ്മൾ എന്ത് നടക്കുന്നത് പോലെ നമ്മൾ അറിയുന്നില്ല. നേരം നല്ല ആഹാരമുണ്ട്, ഒരു പ്രശ്നമില്ലാതിരിക്കുക. പക്ഷെ ആരെ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം തരുന്നത് ഈ രാജ്യമാണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കതിന്റെ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഓരോരുത്തരും ഉണ്ട്, പ്രാർത്ഥനകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ വൈദികരായ നിങ്ങളെ ഓർക്കുക. അങ്ങനെ പരസ്പരം നമുക്ക് പ്രാർത്ഥന നേടാം. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല ഫാമിലിയുടെ ഈ ദിവസം മാത്രമല്ല, ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെയും ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയും ചെയ്യുകയാണ്. നിങ്ങൾ സമർത്ഥമായി L'ora che via aspira fede e notte sei tu che porti nel mondo il figlio Gesù. Ave, ave, ave Maria. Ave, ave, ave Maria. അച്ഛന്മാരുണ്ടോ അവിടെ? അച്ഛന്മാര് പോയോ? ഓ ഉണ്ട്, എല്ലാരും ഉണ്ട്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഈ സമയത്ത് പ്രത്യേകം വന്ന് കുർബാന ചൊല്ലിയതിന് അച്ഛന്മാർക്ക് പ്രത്യേകിച്ച് താങ്ക് യു കേട്ടോ. സെൽഫി ആണോ അവിടെ? അപ്പൊ അച്ഛന്മാർക്ക് പ്രത്യേകിച്ച് രണ്ടുപേര് നിങ്ങള് എന്തായാലും ഞങ്ങളുടെ കൂടെ പുതുമുഖങ്ങളാണ്. ജോൺസ് അച്ഛനും ഷാനച്ചനും പിന്നെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ളതാണ്, ദാസച്ചനും. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേക നന്ദി. അതുപോലെ തന്നെ ജോൺസ് അച്ഛനും ഷാനച്ചനും ദാസച്ചനും കൂടി നന്ദി പറയുന്നു. അപ്പൊ ഈ നല്ലൊരു മെസ്സേജ് തന്നതിനും നന്ദി കേട്ടോ അച്ഛാ. അച്ഛന്റെ ബേസ് വോയിസിന്റെ ആളാണ് ജോൺസൺ ആണല്ലേ? ആ ഭയങ്കര ബിബ്ലിക്കൽ സ്കോളറാണ്. ഷാനുവച്ചന്റെ വീഡിയോയില് കണ്ടിരുന്നു. ഷാനുവച്ചന്റെ വീഡിയോയില് ഇവരെയൊക്കെ കണ്ടിരുന്നു. ഈ അച്ഛനാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്തത്. ശരി ശരി, ഓരോരുത്തരെയും കട്ട് ചെയ്തത് ഈ അച്ഛനാണ്. ആണല്ലേ? ഇത്രയും വെച്ച് കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് പുള്ളിയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും സുഖല്ലേ? ഞങ്ങളുടെ ഇടയിലും ജോലിയുടെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പൊ അവരെയൊക്കെ ഇനിയുള്ള കുർബാനയൊക്കെ ഇനിയിപ്പോ ചൊല്ലുമ്പോഴൊക്കെ എന്തായാലും ഓർത്തോളൂ, എല്ലാവരും ഒന്ന് സമർപ്പിച്ചോളൂ. ഇടയ്ക്ക് അടുത്ത ആഴ്ച ഓൺലൈനിലായിരിക്കും ദാസ് കുർബാന. അടുത്ത ആഴ്ച തിങ്കളാഴ്ച തൊട്ട് നമുക്ക് കുർബാന തുടങ്ങല്ല. അപ്പൊ പിന്നെ ഡയറക്റ്റ് പങ്കെടുക്കാം.
പ്രതീക്ഷയില്ല, പക്ഷെ അവര് നമുക്ക് ഇൻവൈറ്റ് ചെയ്തു. ചന്ദ്രലാൽ സാൻ ലോറൻസോയിൽ വെച്ച് കാണാൻ പറഞ്ഞത്. ഓക്കെ എന്നാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ ജോർജോ സുഖല്ലേ? ജോർജോ